അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വാട്ടേറ്റിനാണ് വെയിറ്റ് ലോസ് വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇതുപോലെ ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണക്കമുന്തിരിയും ബദാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട വെള്ളം അതിൻ്റെ കൂടെ അങ്ങനെ കുടിക്കും കേട്ടോ. വെള്ളത്തോടൊക്കെയാണ് നമ്മളത് കുടിക്കേണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കച്ചീരയുടെ കറിയും മറ്റേ കീൻവയായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കീൻവ ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ പാലക്ക് നമ്മൾ പരിപ്പും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് കുറച്ച് ജീരകം വറവിട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് കീൻവ. ഇത് നമ്മൾ 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലും ഇത് കഴുകുമ്പോൾ ഇതിൽ മൊത്തത്തിൽ ആ ചളിയൊക്കെ പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നമ്മളിത് വേവിക്കണം. ഇച്ചിരി വെള്ളമല്ല, ഒരു 1.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം. ഒരു പിടിയൊക്കെയാണ് കീൻവ എടുക്കണമെന്ന് വെച്ചാൽ അതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. അത് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ രാവിലത്തെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക കേട്ടോ. ഇതാണ് സച്ചു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേണ്ട കൂടെ അങ്ങ് നടക്കും. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കലും ക്ലീനിങ്ങും പിന്നെ ബാക്കിയുള്ള തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള പരിപാടി കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ഈ ചോറ് ഒഴിവാക്കിയിട്ട് പകരം ഈ കീൻവയോ അല്ലെങ്കിൽ റാഗിയുടെ പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ പാതി വെയിറ്റ് കുറയും കേട്ടോ. അത് ഞാൻ എൻ്റെ ഡയറ്റിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കീൻവയുടെ കൂടെ നമുക്ക് ചിക്കനോ ബീഫോ മീനോ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇന്ന് ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയോണ്ട് അത് കഴിക്കുന്നുള്ളൂ. പാലക്കിൻ്റെ കറിയും പിന്നെ കുറച്ച് സാലഡും പിന്നെ ഒരു അച്ചാറിൻ്റെ മറ്റേ എന്താ അതിന് പറയുക, എന്തോ ഞാൻ കുറേ നേരമായി ആലോചിക്കുന്നത്, എൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അരിനെല്ലിക്കല്ല കേട്ടോ, അതെൻ്റെ ഫ്രണ്ട് ആദരം എനിക്ക് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കൊടുത്തയച്ചതാണ്. സംഭവം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയതാണ്. പിന്നെ അങ്ങനെ വൈകുന്നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കനും മുട്ടയും പാലക് ചീരയൊക്കെ ഇട്ടിട്ട് സൂപ്പ് പോലെ ഒരു സംഭവമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിരുന്നത് ആരാണെന്ന്. സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി തൊലി പൊളിക്കാനും അത് ചതച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് ആൾ ചെയ്തു തരലുണ്ട്. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ എടുത്തുള്ളത് ഒലിവ് ഓയിലാണ് കേട്ടോ. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ഇല്ല കേട്ടോ അതിൽ. ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ചതച്ചിട്ടുണ്ടായിരുന്നത്. അതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുള്ളൂ. ഇതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ മുട്ട പൊട്ടിച്ചൊഴിക്കണം. ആ മുട്ട പൊട്ടിച്ചൊഴിച്ച വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് മിസ്സായിപ്പോയി. ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ അതുണ്ട് തോന്നുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു 3-4 പീസ് ചിക്കനുമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒട്ടും എരിവില്ലാതെ എങ്ങനെയാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നവരോട് കേട്ടോ പറഞ്ഞത്. ഇച്ചിരി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഇതിലോട്ട് പാലക്ക് ചീരയാണ് ചേർക്കുന്നത്. പാലക്ക് ചേർത്താൽ പിന്നെ അധികം വേവിക്കേണ്ട, ചെറുതായിട്ട് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, അയ്യേ ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കാമെന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിൽ ഈ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒറ്റ തവണ അതുപോലെ ഒന്ന് കഴിച്ച് നോക്കിയാൽ എന്തായാലും നിങ്ങളിത് കഴിച്ച് നോക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് ഞാൻ എന്തായാലും 5 മണിയുടെ മുമ്പ് കഴിക്കലുണ്ട്. 5 മണിക്ക് ശേഷം പിന്നെ വേറെ ഒന്നും കഴിക്കില്ല. പിറ്റേ ദിവസം രാവിലെ വരെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ.